പണ്ട് പൗലോ കൂലോ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും. ഒരുപാട് കാലത്തൊരു സ്വപ്നമായിരുന്നു കണ്ടനാർ കേളം തെയ്യം കണ്ണൂർ വെച്ച് കാണണം എന്നുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കേളൻ്റെ തെയ്യം കാണാൻ വേണ്ടി കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളിനി കാണാൻ പോകുന്നത് ഞാൻ പോയ യാത്രയും എനിക്കുണ്ടായ അനുഭവങ്ങളും അതിമനോഹരമായ കേളൻ്റെ കഴിവതും ഈ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. മാക്സിമം നിങ്ങളെല്ലാവരും നേരിട്ട് ഈ തെയ്യം നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. വളരെ നല്ല അനുഭവമായിരിക്കും. ഇതാണ് പ്രബിൻ ചേട്ടൻ. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ചേട്ടനാണ്. ഇവർ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരുപാട് നിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. കണ്ണൂരെത്തി. ഹലോ, ഞാൻ കണ്ണൂരെത്തിയിട്ട് കേട്ടോ. കണ്ണൂരെത്തിയിട്ട് കുറച്ച് നേരമായി. ഒരു അമ്പലത്തിൽ പോയി, ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. നടക്കണം മക്കളെ. ഒരു അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞു. ഈ പുതിയ ഇടത്ത് ആവുന്നതുകൊണ്ട് വരെ 6 അമ്പലമുണ്ട്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഈ ഒരു അമ്പലത്തിലെ മെയിൻ പരിപാടി 11 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 11 മണി ആണ്. രൂപങ്ങൾ മാത്രം ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം 5 മണിക്കാണ് മെയിൻ പരിപാടിയെല്ലാം തുടങ്ങുക. ഈ തീയിൽ ചാടലും അങ്ങനത്തെ എടുക്കില്ലേ, നാളെ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു 1.5 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. ഇനി ഞാൻ കേരളം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണല്ലോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്തിൻ്റെ പേരെന്തോ അരിയില അങ്ങനെന്തോ പേരാണ് സ്ഥലത്തിൻ്റെ. അപ്പോൾ അവിടേക്ക് പോകണം. ഓക്കെ, എവിടെയൊക്കെ എടുക്കുക, എന്താ പരിപാടി ഒന്നൊരു പിടുത്തില്ല. കുളിക്കാൻ പറ്റുമോ, നനയ്ക്കാൻ പറ്റുമോ, യാതൊരു പിടുത്തില്ല. ഒരോളത്തിന് പോകുന്നതാ. നോക്കാം. പിന്നെ കണ്ണൂരത്തെ ആൾക്കാർ പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ണൂരിൽ ഒരാളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പറഞ്ഞു വിടില്ല, ഫുൾ ഡീറ്റെയിൽസ് അങ്ങോട്ട് പറയും. നമുക്കൊരു സംശയം തോന്നില്ല ലാസ്റ്റ്. അതുപോലെ ആക്കി തരൂട്ടാ. എനിക്കെന്തായാലും കണ്ണൂർ വരെ ഇഷ്ടമായി. കൊള്ളാം. കണ്ണൂരിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി തളിപ്പറമ്പ എന്ന സ്ഥലത്ത് നിന്നും 7.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഓട്ടോറിക്ഷയിലാണ് നമ്മൾ സ്പോട്ടിലേക്ക് പോയത്. നമ്മളോട് എത്തുമ്പോഴേക്കും കണ്ടനാർ കേളൻ്റെ വെള്ളാട്ട് ചടങ്ങ് കഴിഞ്ഞിരുന്നു. ഇനി ഏകദേശം പുലർച്ചെ 3:30 കൂടിയാണ് പുറപ്പാട് തുടങ്ങുന്നത്. ഇനിയുള്ള സമയം മൊത്തം അതിനുള്ള വെയിറ്റിംഗ് ആണ്. വേഷം ധരിക്കുന്നതിന് മുമ്പേ കോലധാരിയായിട്ടുള്ള ആൾ ചെയ്യേണ്ട ചടങ്ങാണത്. ആ ചടങ്ങിന് ശേഷം കോലധാരി മുഖത്ത് വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള ദൃശ്യങ്ങളാണ്. ഇദ്ദേഹമാണ് കണ്ടനാർ കേളൻ്റെ വേഷമിടുന്നത്. 12:00 കൂടി ഇറങ്ങി ചായമെടുത്ത് ഏകദേശം കഴിഞ്ഞത് പുലർച്ചെ 2:00 കൂടിയാണ്. കട്ട വെയിറ്റിംഗ് കുറേ നേരമായി. ഇപ്പോൾ സമയം 2 മണി 2:30 ഉണ്ട്. 3:30 തുടങ്ങുന്ന പറഞ്ഞു. നല്ല തിരക്കായിട്ടാ. നോക്കാം, ഉറങ്ങിയിട്ടില്ല ഇതുവരെ. വയനാടൻ കാടുകളിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കർഷകനായിരുന്നു കേളൻ. ഒരിക്കൽ കേളൻ തൻ്റെ കൃഷിഭൂമി ഒരുക്കുന്നതിനായി കാടിന് തീയിട്ടു. എന്നാൽ വശങ്ങൾ മാറി കാറ്റ് വീശിയതോടെ കേളൻ തീക്കകത്ത് അകപ്പെട്ടു. തീയിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി തൊട്ടടുത്ത് നിന്നിരുന്ന ആൽമരത്തിലേക്ക് കേളൻ വലിഞ്ഞു കയറി. ആൽമരത്തിൻ്റെ മുകളിൽ 2 വിഷപ്പാമ്പുകളുണ്ടായിരുന്നു, കാളിയൻ പാമ്പും കരിനാഗവും. താഴെ അഗ്നിയും മുകളിൽ വിഷപ്പാമ്പുകളും എന്ന അവസ്ഥയിലായിരുന്നു കേളൻ. എന്നാൽ ആൽമരത്തിനോടുകൂടി വിഷപ്പാമ്പുകളോടുകൂടി കേളൻ കത്തി ഭസ്മമായി.
അപ്പോഴാണ് നായാട്ടിനു വേണ്ടി അതുവഴി വന്നിരുന്ന വയനാട്ടുകുലവൻ്റെ കണ്ണിൽ അഗ്നിയിൽ ഭസ്മമായി പോയ കേളൻ്റെ ശരീരഭാഗങ്ങൾ വയനാട്ടുകുലവൻ കണ്ടത്. ആ കാഴ്ച കണ്ട് മനസ്സലിഞ്ഞ വയനാട്ടുകുലവൻ തൻ്റെ വില്ലുകൊണ്ട് കേളൻ്റെ ശരീരഭാഗങ്ങൾ തൊടുകയും പുനർജനിക്കുകയും ചെയ്തു.